Yes, good evening. Good evening, sir. Good evening, good evening. How are Good you? evening, sir. Good evening, sir. Fine, sir. Very fine. Okay. ആരംഭിക്കാം. എല്ലാവരും ആയ? യെസ്. യെസ്. 14 പേരുള്ള നമുക്ക് തുടങ്ങാം അല്ലേ? Let us start. Yes, sir. ഓക്കെ. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ യൂണിറ്റ് 16 റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, വി ആർ ഗോയിങ് ടു ഡിസ്കസ് യൂണിറ്റ് 16 റൈറ്റിംഗ്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറിയില് അവിടെ ഇവിടെയെല്ലാം കുറച്ച് ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങൾ കൂടി ചേർത്ത് ആ കഥ പൂരിപ്പിക്കുക. അതിനിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു ടൈറ്റിലും കൊടുക്കുക, നല്ലൊരു ടൈറ്റിലും കൊടുക്കുക. അങ്ങനെ ആ കഥ എഴുതുക. വീണ്ടും ആ കഥയുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവുക. ആ ചോദ്യങ്ങൾക്ക് ഉത്തരവും എഴുതുക. ഇതാണ് നമ്മൾ ഈ റൈറ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വായിച്ചിട്ട് ഇത് എന്ത് കഥയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് വളരെ സിമ്പിൾ ആണ്. വായിച്ചു കഴിഞ്ഞാൽ പണ്ടപ്പോഴൊക്കെ നമ്മൾ ചെറിയ ബുക്കുകളിലെല്ലാം വായിച്ചിട്ടുള്ള മോറൽ സൈഡ് പോലെയുള്ള കഥകളൊക്കെ പറഞ്ഞിട്ടുള്ള ബുക്കിൽ പറഞ്ഞിട്ടുള്ള അതേ കഥകളൊക്കെ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെയും നിങ്ങള് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഡെവലപ്പ് ദ ഫോളോയിങ് ഹിൻസ് ഇൻ ടു എ റീഡബിൾ സ്റ്റോറി ആൻഡ് ഗീവ് യുവർ സ്റ്റോറി എ സൂട്ടബിൾ ടൈറ്റിൽ. അപ്പൊ ഒരു കഥ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ചുരുക്കമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുമ്പോഴും ഒരു കഥ കൊടുത്തിട്ടുണ്ടാവും. ആ കഥയുടെ അടിയിൽ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങളുടെ ഉത്തരമാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഈ കഥ ആരൊന്ന് വായിക്കാം? Who is ready to read? സബിക വായിക്കോ? സബിക ആ ഡാഷ് ഇട്ട സ്ഥലത്ത് ഡാഷ് ഇട്ടുന്നതിനെ പൂരിപ്പിച്ചാൽ മതി. ഓക്കെ, ഹെഡിങ് വായിക്കണോ? ഇനി വായിക്കണമെന്നില്ല, അതിന് താഴെയുള്ളത് വായിച്ചാൽ മതി. A farmer and a painter dash work in the forest. Dash hear a bear coming. Dash trembled with fear. Dash farmer climbed the tree and hid. Dash painter falls flat as if dead. Dash the bear sniff. Dash think dead. Dash go away. Dash farmer comes down. Dash ask what the bear say. Dash never to make friend with one. Dash run away. Dash when friend in danger. ഓക്കെ. അത് വായിച്ചു കഴിഞ്ഞപ്പോ സബികക്ക് എന്ത് മനസ്സിലായി? കഥ പിടികിട്ടിയോ? Yes, sir. എവിടെയെങ്കിലും കേട്ടു മറന്ന ഒരു കഥയുമായിട്ടോ അല്ലെങ്കിൽ മുമ്പ് എപ്പോഴെങ്കിലും വായിച്ചിട്ടുള്ള കഥയുമായിട്ടോ അല്ലെങ്കിൽ ഇത്രയും വായിച്ചു കഴിഞ്ഞപ്പോ ഇതിൽ നിന്നോ എന്റെ കഥയുടെ ഇന്നതാണ് കഥ എന്നുള്ളത് മനസ്സിലായോ? മനസ്സിലായി എന്നാണ്? മനസ്സിലായില്ല എന്നാണ്? മനസ്സിലായി. അതൊന്ന് പറഞ്ഞേ. ഇതിന്റെ മലയാളത്തിൽ പറഞ്ഞാൽ മതിയോ? മതി. ഓക്കെ.
ഒരു ഫാർമറും ഒരു പെയിന്ററും ആ. കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവായിരുന്നു. ഓക്കെ അപ്പൊ ഒരു കരടി വരുന്നതിന്റെ സൗണ്ട് അവർ കേട്ടു. ഓക്കെ അപ്പൊ അവർ പേടിച്ച് വിറച്ച് അവര് ഫാർമർ എന്ത് ചെയ്തു, വേഗം കൂടെയുള്ള ഫ്രണ്ടിനെ നോക്കാതെ ഒറ്റയ്ക്ക് വേഗം ഒരു വലിയ ട്രീന്റെ മുകളിൽ വലിഞ്ഞു കയറി ഓക്കെ ഒളിച്ചിരുന്നു. ഓക്കെ പെയിന്റർ എന്ത് ചെയ്തു, അത് മരിച്ച പോലെ ഇങ്ങനെ കിടന്നു. ഓക്കെ അപ്പോ ബെയർ വന്ന് നോക്കിയിട്ട് അയാൾ മരിച്ചു എന്ന് കരുതിയിട്ട് ഓക്കെ ബെയർ ഇട്ടിട്ട് അവിടുന്ന് പോയി. ഓക്കെ അതില് ഫാർമർ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഇയാളോട് മറ്റേ പെയിന്ററോട് ചോദിച്ചു, എന്താണ് ബെയർ പറഞ്ഞത് എന്ന് ചോദിച്ചു. ഓക്കെ അപ്പൊ അയാള് ബെയർ പറഞ്ഞു, നെവർ ടു മേക്ക് ഫ്രണ്ട് വിത്ത് വൺ, ആരുടെയും കൂടെ ഫ്രണ്ട്ഷിപ്പ് കൂടരുത്. അത് ഇങ്ങനെയുള്ള നമ്മള് ആപത്തിൽ ഇട്ടിട്ട് പോകുന്ന ആളുടെ കൂടെ ഫ്രണ്ട് ആവരുത്. ഓടി രക്ഷപ്പെട്ടോ എന്നാ പറഞ്ഞത്. അത് മനസ്സിലായി തോന്നുന്നു. ഫ്രണ്ട് ഇൻ ഡേഞ്ചർ, നമ്മളെ ആപത്ത് വരുന്ന സമയത്ത് നമ്മളെ ഇട്ടിട്ട് രക്ഷപ്പെടുന്ന ആൾക്കാരെ കൂടെ ഫ്രണ്ട്ഷിപ്പ് കൂടരുത് എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞു. ഓക്കെ 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 ശരിയാണ്, സമ്മതിച്ചു. അപ്പൊ ഇത്രയും വായിച്ചു കഴിഞ്ഞപ്പോ സബികക്ക് ഈ സ്റ്റോറിക്ക് കൊടുക്കാൻ പറ്റിയ ടൈറ്റിൽ മനസ്സിൽ വന്ന് കാണോ? എന്താണ് വന്നത്? ഇതിനൊരു ഹെഡിങ് കൊടുക്കണമല്ലോ നമുക്ക്. ഹെഡിങ് എന്താ മനസ്സിൽ വന്നത്? ഫോൾസ് ഫ്രണ്ട്സ്. ഇത് വായിച്ചു കഴിഞ്ഞപ്പോ സംഭവം കറക്റ്റാണ്, പറഞ്ഞതൊക്കെ എല്ലാം കറക്റ്റാണ്, ശരിയാണ്, കൃത്യമാണ്, അതിനകത്ത് യാതൊരു വ്യത്യാസമില്ല. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിന് ഹെഡിങ് കൊടുക്കണമല്ലോ. ഇതിപ്പോ നമ്മൾ പൂമ്പാറ്റയിലോ ബാലരമയിലോ കഥ പ്രസിദ്ധീകരിക്കുകയാണ്, സബിക ഇത് എഴുതുന്നുണ്ട്, ഹെഡിങ് കൊടുക്കണ്ടേ? ഒരു ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ഓക്കെ 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 അപ്പൊ നല്ല എന്താ പറയാ, ഐറോണിക്കൽ ആയിട്ടുള്ളൊരു ഹെഡിങ് ആണ് കൊടുത്തത്. ഓക്കെ, അത് സബിക കൊടുത്ത ഹെഡിങ്. ഈ കഥ കേട്ട മറ്റുള്ളവരുണ്ട്, ബാക്കിയുള്ള 21 പേര്. നിങ്ങൾക്ക് തോന്നിയ ഒരു ഹെഡിങ് പറയും. ഫേക്ക് ഫ്രണ്ട്. ഓക്കെ, ട്രൂ ഫ്രണ്ട്. ഓക്കെ, ഫാർമർ ആൻഡ് എ പെയിന്റർ. എ ഫാർമർ ആൻഡ് എ പെയിന്റർ. ഒരു കൃഷിക്കാരനും ഒരു പെയിന്ററും. ഓക്കെ, അടുത്ത ഹെഡിങ്. ഓക്കെ, യെസ്, അടുത്തത് നിങ്ങൾ പറയും മക്കളെ, എന്തെങ്കിലുമൊക്കെ പറയും. നിങ്ങൾ ഈ കഥ എഴുതിയിട്ട് പ്രസിദ്ധീകരിക്കാൻ കൊടുക്കുകയല്ല, അപ്പൊ അതിന്റെ ഒരു ഹെഡിങ് വേണ്ടേ? യെസ്, പറയും. 2-3 പേര് പറഞ്ഞു, ബാക്കിയുള്ളവര്. ഫാർമർ ആൻഡ് എ പെയിന്റർ, എ ട്രൂ ഫ്രണ്ട്. ഏറ്റവും ആദ്യം പറഞ്ഞത് ഫേക്ക് ഫ്രണ്ട് എന്നാ സാറേ പറഞ്ഞേ. ഓക്കെ 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 ഏറ്റവും ആദ്യം പറഞ്ഞത് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. അതെ, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ഓക്കെ 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 റെഡിയാണ്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളവരെ മനസ്സിലാക്കി എന്തെങ്കിലുമൊക്കെ കഥകൾ അല്ല ഹെഡിങ്ങുകൾ വന്നിട്ടുണ്ടാവും, അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് വേണ്ടത് കുറച്ച് ഭാവനയാണ്. ഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് നമ്മൾ ചിന്തിക്കണം. ഒരു നുണ മനോഹരമായിട്ട് പറയാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഒരു ഭാവനയെ നമ്മൾ പറയുന്നത്. കഥ പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ വായിക്കുന്ന ചെറിയ കഥകളിലൊക്കെ കാക്കയും പൂച്ചയും തമ്മിൽ കുളിക്കാൻ പോയി. അവര് പുഴയുടെ അരികത്ത് എത്തിയപ്പോൾ പുഴയിൽ ഒരു മുതല കിടക്കുന്നത് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇവരൊരിക്കലും കുളിക്കാൻ പോകില്ല, ഇങ്ങനെ ഒരിക്കലും കാണയില്ല എന്നൊക്കെ അറിയാം. എന്നിരുന്നാലും നമ്മളിത് മനോഹരമായിട്ട് ശ്രദ്ധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നുണയാണ് പറയുന്നത്, ഒരിക്കലും നടക്കില്ല എന്നറിയാം. അപ്പൊ ഒരു രസകരമായിട്ട് അവതരിപ്പിക്കുക, ഒരു നുണ പറയുക എന്നുള്ളതാണ് നമ്മൾ ഈ കഥയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഈ കഥ പഠിപ്പിക്കേണ്ടത് നഴ്സറി സ്കൂളിലെ കുട്ടികളെയാണ്. അപ്പൊ ആ ലെവലിൽ നിന്നുകൊണ്ട് വേണം നിങ്ങൾ ഇതിനെ ചിന്തിക്കാനും കാണാനും വേണ്ടിയിട്ട്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കഥകളാണ് നിങ്ങൾ പറയുന്നത്. ശരി, ഓക്കെ. അപ്പൊ എപ്പോഴും ഇതിന്റെ അകത്ത് നമ്മൾ ഇനി ആ ഡാഷ് ഇട്ട സ്ഥലത്തൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു ഈസി ചേർത്ത് ഒരു വാസി ചേർത്ത് അങ്ങനെ ഫില്ല് ചെയ്യരുത്. നമ്മൾ ഇതിനൊരു ബിൽഡപ്പ് കൊടുക്കണം, നമ്മുടെ ഒരു ഭാവന കൊടുക്കണം, കൊടുത്തിട്ടൊന്ന് ആലോചിക്കുക, ചിന്തിക്കുക, അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യുക. അപ്പൊ അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് വേറെ വേറെ തലങ്ങളിലേക്ക് പോകാം. അങ്ങനെയുള്ള ഒരു മനസ്സ്, ആ ഒരു താല്പര്യവും സമയവും നിങ്ങൾ ഇതിന് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതിപ്പോ ഫില്ല് ചെയ്യാൻ പോവുകയാണ്.
അപ്പൊ എങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അത് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ഭാവനക്കനുസരിച്ച്, അതായത് നമ്മളിപ്പോ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാല് നായകന് പെട്ടെന്ന് ഇങ്ങോട്ട് വരൂ, പെട്ടെന്ന് വരൂല. അപ്പോ നായകനെ കുറിച്ച് സഹ നായകന്മാര് അദ്ദേഹത്തിന് കൂടെയുള്ളവർ ഒന്ന് രണ്ട് വാചകങ്ങളൊക്കെ പറഞ്ഞ് അയാളൊന്ന് ബിൽഡപ്പ് ചെയ്ത് നിർത്തും. അത് കഴിഞ്ഞതിന് ശേഷമാണ് നായകന്റെ എൻട്രി. എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് നിങ്ങൾ കാര്യങ്ങൾ പറയരുത്. ഈ ഓരോ ഡാഷ് ഇട്ട സ്ഥലത്തും ഒന്ന് രണ്ട് വാചകങ്ങളൊക്കെ ചേർത്ത് ഒന്ന് ബിൽഡപ്പ് ചെയ്ത് രസകരമായ ഒരു സ്റ്റോറി ആയിട്ട് ഇതിനെ മാറ്റണം. അപ്പോ സബീകനോട് തന്നെ നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ 2 വരി ഞാൻ വായിക്കുകയാണ്. എ ഫാർമർ ആൻഡ് എ പെയിന്റർ, എ ഫാർമർ ആൻഡ് എ പെയിന്റർ ഡാഷ് വാക്ക് ഇൻ ദ ഫോറസ്റ്റ്. നമുക്ക് അത്രയും വരെ ഒന്ന് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്തേ. A farmer and a painter, they were big friends. One day, they came to the forest. Okay. When അത്ര മതി. walked ഫോറസ്റ്റിലേക്ക് എത്തുന്നത് വരെ ഉള്ളത് മതി. മറ്റേ കരടിയുടെ ഒക്കെ ആക്കണ അവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നീട് പുറയിൽ വരാം. ഓക്കെ. അപ്പൊ രസകരമായിട്ടുണ്ട്. അതായത് വേണമെങ്കിൽ പറയാമായിരുന്നു എ ഫാർമർ ആൻഡ് എ പെയിന്റർ വെന്റ് അല്ലെങ്കിൽ വാസ് വാക്കിംഗ് ഇൻ ദ ഫോറസ്റ്റ്, കാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക എന്ന് പറയാം. പക്ഷെ അതിനു മുമ്പ് സബീക് എന്ത് ചെയ്തു? ഈ ഫാർമറും ഈ പെയിന്ററും നല്ല ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു. ഒരു ദിവസം അവരിങ്ങനെ നടക്കണ്ട. അപ്പൊ അവർ നല്ലൊരു ഫ്രണ്ട്സ് ആണെന്നുള്ള ഇതിൻ്റെ അകത്ത് ഇല്ല, നമ്മളത് അങ്ങനെ കൂട്ടി നല്ലൊരു ഫ്രണ്ട്സ് ആണെന്ന് അവര് പറഞ്ഞു. ഓക്കെ, അങ്ങനെ അവര് ഒരു ദിവസം they were walking to the forest. ഇനി അടുത്ത ഡാഷ് ഇട്ട സ്ഥലത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഹിയർ ദ ബിയർ കമ്മിങ്. ഒരു ബിയറിന്റെ വരവാണ് അവർ കാണുന്നത്. ഓക്കെ, അത്രയും സ്ഥലത്ത് അടുത്തൊരാൾ പൂരിപ്പിച്ച്. യെസ്, നിങ്ങൾ ആരും വരുന്നില്ല എന്ന് ഞാൻ പേര് പറയാം. They heard the sound of a bear. അൻ്റെക്ക he heard the sound of A bear. beer coming. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബാലൻസ് പറയാം. they hear the beer coming. ഓക്കെ, ഒരു സെന്റൻസ് കൂടെ അവിടെ നിന്ന് കൊടുത്തു നോക്കിയാനൊക്കെ ഒന്നും കൂടി ഒന്ന് ബിൽഡപ്പ് ചെയ്തേ, ഒന്നും കൂടി ഒന്ന് റെഡിയാക്കി. കയ്യൊന്നൊരു സാധനം ഇട്ടേ. Suddenly they heard a sound of. അതാണ് കൊടുക്കാനല്ലേ. സഡൻലി ദേ ഹേർഡ് എ സൗണ്ട്. അവര് പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ കയ്യെന്ന് പറയുന്നുണ്ട്. ആ അവസരത്തിന് പറ്റിയ, ആ സാഹചര്യത്തെ പറ്റിയ ഒരു സെന്റൻസ് കയ്യുന്നുണ്ട്. അത് നസീല കുഴപ്പമില്ല. സഡൻലി ദേ ഹേർഡ് ദ സൗണ്ട്. ഇനി നമുക്ക് എന്ത് പറയാം? അനക ബിയറിനെ കാണാനൊക്കെ വരട്ടെ, അതിന് മുമ്പ് ഒന്ന് ബിൽഡപ്പ് ചെയ്യും. നിങ്ങൾ ആ സിറ്റുവേഷൻ നിങ്ങൾ നിൽക്കിയത് ചോദിക്കും. ഒരു സൗണ്ട് കേട്ടു. The forest. They looks around the forest. ഓക്കെ. അവര് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ വശത്തും നോക്കണം. They look around the forest. അവര് ചുറ്റും ഒന്ന് നോക്കി. ഈ സൗണ്ട് കേട്ടപ്പോ സൗണ്ട് എവിടെ നിന്നായിരുന്നു വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ബോത്ത് ദി ഫാർമർ ആൻഡ് ദ പെയിന്റർ ലുക്ക്ഡ് അറൗണ്ട്. ചുറ്റും ഇടാം. ഒരു സെന്റൻസ് കൂടി നമ്മൾ ആഡ് ചെയ്തു. യെസ്, അനക നീ ബാക്കി പറ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബിയറിനെ കണ്ടത് പറയാം. ബിയറിനെ കണ്ടു എന്ന് പറയുന്നതിന് മുമ്പ് 2 സെന്റൻസ് ആഡ് ചെയ്തിട്ടാണ് ബിയറിനെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, പറഞ്ഞോ. They did not know what to do. They did not know what to do. വെരി ഗുഡ്, നല്ലതാണ്. അവർക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയില്ല. അപ്പൊ അതിനു മുമ്പ് നമുക്ക് വേണമെങ്കിൽ പറയാം they heard the sound of the beer coming. ബിയർ വരുന്നതിന്റെ ശബ്ദം അവർ കേട്ടു. വേണമെങ്കിൽ അവർ ഭയങ്കരമായിട്ട് പേടിച്ചു. they were greatly terrified. അവർ ഭയങ്കരമായിട്ട് പേടിച്ചു. they don't know what to do. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, ഇനി അടുത്ത വഴി നോക്കിയേ. trembles with fear. ഭയം കൊണ്ട് അവര് വിറച്ചു എന്നാണ്. അതിനു മുമ്പ് എന്തെങ്കിലും ചേർക്കാൻ പറ്റുമോ? അടുത്ത വേറെ ആള് പറഞ്ഞു, അനക പറഞ്ഞു, സബീക പറഞ്ഞു. അടുത്ത ആള്
They looked each other. ഓക്കെ. ദേ ലുക്ക് ഈച്ച് അതർ. അവർ പരസ്പരം ഒന്ന് നോക്കി. പിന്നെ പരസ്പരം ഒന്ന് നോക്കിയിട്ട് ഒരാള് വേറൊരാളുടെ എന്തെങ്കിലും ഒന്ന് ചോദിക്കാമല്ലോ വേണമെങ്കിൽ. അതും കൂടി ഒന്ന് ചോദിച്ചേ. എന്ത് ചോദിക്കാൻ പറ്റും? രണ്ടുപേരും അവിടെ നിൽക്കുന്നു, കരടി വരുന്നു, കരടി അടുത്തേക്ക് വരുന്നു. അവർ ഭയപ്പെട്ട് ചുറ്റും നോക്കി. ദേ ലുക്ക് ഈച്ച് അതർ, പരസ്പരം നോക്കി. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഒരു സെന്റൻസ് നിങ്ങൾ സ്വന്തമായിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുക അവിടെ. യെസ്. What can we do? What we will do? ഓക്കെ. വാട്ട് ക്യാൻ വി ഡു ഫ്രണ്ട്? സുഹൃത്തെ, നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? ആസ്ക്ഡ് ദി ഫാർമർ, അല്ല പെയിന്റർ. പെയിന്റർ ചോദിച്ചു വാട്ട് ക്യാൻ വി ഡു നൗ? നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ബോത്ത് ഓഫ് ദം വർ ട്രെംബ്ലിംഗ് വിത്ത് ഫിയർ. രണ്ടുപേരും എന്ത് ചെയ്യായിരുന്നു? ഭയം കൊണ്ട് വിറക്കുകയായിരുന്നു. വിത്ത് ഫിയർ. ഇനി അടുത്തത് ദ ഫാർമർ. നോക്കിയ നോട്ടിലോട്ട് നോക്കി. ദ ഫാർമർ ക്ലൈംസ് ദ ട്രീ ആൻഡ് ഹൈഡ്. ഫാർമർ എന്ത് ചെയ്യുന്നു? മരത്തിൽ കയറുന്നു, ഒളിച്ചിരിക്കുന്നു. അപ്പൊ അതിനു മുമ്പ് ഒരു 2 സെന്റൻസ് കൂടി അങ്ങനെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ആ വാചകം കൂടെ എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ കരടി വന്നു, കണ്ടു, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഓക്കെ, ഇനി പറയൂ. They ran fast. Farmer run near tree. They ran. നസീമ എന്റെ ആനൊക്കെ കയറാം. നസീമ പറഞ്ഞേ. Farmer ran into the near to tree. Near ടു ദ ട്രീ അല്ലേ? yeah. ഓക്കെ ഓക്കെ ഓക്കെ. കുഴപ്പമില്ല, കറക്റ്റ് ആണ്. അതിന് മുമ്പ് നമുക്കൊരു സെന്റൻസ് കൊടുക്കാൻ പറ്റുന്നതാണ് ചോദിക്കുന്നത്. പറഞ്ഞ നസീമ പറഞ്ഞ കറക്റ്റ് ആണ്. അനക്ക എന്താ പറയാൻ ഉദ്ദേശിച്ചത്? പറഞ്ഞേ. They ran fast. Both of them ran fast until the farmer climbed on a tree. The farmer ran fast and climbed the tree. ഓക്കെ, അപ്പൊ അത് പെട്ടെന്നായി പോയി. ഒരു സെന്റൻസ് കൊടുക്കാൻ പറ്റൂ? The farmer, both of them ran fast. At last, the farmer saw a tree and he climbed on it. Okay. അപ്പൊ both of them were terrified and both of them were standing there. The farmer suddenly climbed the top of a tree. ഒരു മരത്തിന്റെ മുകളിലേക്ക് പുള്ളി കയറി. and hide himself there. and അവിടെ ഒളിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത വരി നോക്കി. പെയിന്റർ falls flat as if dead. മരിച്ചതുപോലെ താഴെ കിടക്കുന്നു. അവിടെ നമുക്ക് വേണമെങ്കിൽ 2-3 സെന്റൻസ് ആഡ് ചെയ്യാം. നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് വന്നേ. ആദ്യം ഇങ്ങനെ ചോദിച്ചൂടെ, ഡു യു നോ ക്ലൈംബ് ടു ട്രീ? ഫാർമർ ആസ്ക്ഡ് ടു പെയിന്റർ. Then painter replied that I don't know. അത് നമുക്ക് ചോദിക്കാം. പക്ഷേ നമുക്ക് ഈ കഥയിൽ വരുമ്പോഴേ ഈ ഫാർമർ ഒരു ക്രൂരനായ മനുഷ്യനാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഡു യു നോ ദ ക്ലൈംബിംഗ് ദ ട്രീ. ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല, ചോദിക്കാം. യെസ്, പറഞ്ഞോ, നിങ്ങളുടെ ഭാവന പറഞ്ഞോ. But the painter do not know how to climb the tree. ഒന്നുകൂടി പറഞ്ഞേ. But the painter don't know how to climb the tree. Okay. The painter said that he don't know how to climb the tree. എങ്ങനെയാണ് മരത്തിന് മുകളിൽ കയറുന്നതെന്ന് അറിയില്ല. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഫാർമറിന് പറയാം, നീ നിന്റെ വഴി നോക്ക്, ഞാൻ എന്റെ വഴി നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെ ഫാർമർ ഈ പെയിന്ററെ മുകളിൽ കയറാൻ സഹായിക്കാതെ ഒറ്റയ്ക്ക് അങ്ങോട്ട് കയറിപ്പോയി. യെസ്, അതത്രയും കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വരി, അതായത് പെയിന്റർ എന്ത് ചെയ്യുന്നു? falls flat as if dead. മരിച്ചതുപോലെ താഴെ കിടക്കുന്നു. അതിന്റെ മുന്നിൽ നമുക്ക് എന്തൊക്കെ ചേർക്കാൻ പറ്റും? നിങ്ങളൊന്ന് ഭാവനയിൽ കണ്ടേ. ആ കരടി വരുന്നു,
കരടി വരുമ്പോഴേക്കും മറ്റേ പുള്ളി കയറിപ്പോയി. വേണമെങ്കിൽ പറയാം നമുക്ക് പെയിന്റർക്ക് ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അതിനു മുമ്പ് ഈ കരടി അടുത്തെത്തി. അപ്പൊ എന്ത് ചെയ്യണമെന്ന് പോലും ഓക്കെ ആ രീതിയിൽ ചിന്തിക്കും. ഓക്കെ പറഞ്ഞോ. The painter was afraid and he did not know what to do and how to escape from the bear. So he thought for a while and laid flat as if he did. ഓക്കെ, അത് കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സെന്റൻസ് അതിന്റെ മുമ്പിൽ വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാണ്ട് പെയിന്റർ അവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പെയിന്റർ മരിച്ചതുപോലെ താഴെ വീണ് കിടക്കുന്നു. ഇനി അടുത്തത് നോക്കിയേ, ദ ബിയർ സ്നിഫ്. സ്നിഫ് എന്ന് പറഞ്ഞാൽ മണത്ത് നോക്കാന്നാണ്. അപ്പൊ കരടി വന്ന് മണത്ത് നോക്കുന്നു. അവിടെ അതിനിടയിൽ പൂരിപ്പിക്കാവുന്ന സംഗതി എന്ന് പറഞ്ഞേ. ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എന്റെ ഭാവന പറയാം. The bear came near the painter. ഓക്കെ, അത്രയും വരെ. ഓക്കെ, യെസ്. And it sniffed. നോക്ക്. ശരി. അപ്പൊ ബിയർ കെയും നിയർ ദി പെയിന്റർ. പെയിന്ററിന്റെ അടുത്തേക്ക് ബിയർ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം മനൊക്കെ പറഞ്ഞു ദ ബിയർ സ്നിഫ്ഡ് എന്ന് പറഞ്ഞു. ആ ബിയർ സ്നിഫ്ഡ് എന്നുള്ള അവിടെ നിൽക്കട്ടെ. അത് നമുക്ക് ഒരു വരിയും കൂടി വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് പറയാൻ പറ്റുമോ? ഒരു വരിയും കൂടി. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ബിയർ വന്ന് ആ പുള്ളിനെ വന്ന് മണത്ത് നോക്കിയപ്പോ എന്തായിരിക്കും ആ പെയിന്ററിന്റെ അവസ്ഥ? അവൻ പേടിച്ച് കണ്ണുകൾ രണ്ടും ഇറുക്കി അടച്ചു എന്ന് വേണമെങ്കിൽ പറഞ്ഞൂടെ? അത് പറയും. അങ്ങനെ നിങ്ങൾ ഭാവനകൾ പോരട്ടെ, അല്ലാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പറയല്ലേ. 2 സെന്റൻസ് ആയി. ഓക്കെ. Painter was afraid and he could not breathe even. ഓക്കെ, അതല്ല, അതുപോലെ ഇങ്ങനെ പറയും. അപ്പൊ അവൻ ശ്വാസം പോലും എടുക്കാതെ വളരെ ക്ലീൻ ആയിട്ട് മരിച്ചതുപോലെ കിടക്കുകയാണ്. ഓക്കെ. He was totally afraid. He closed his eyes. ഓക്കെ. അതിന്റെ വേണമെങ്കിൽ പറയാം, ഈ ബിയർ വന്ന് സ്നിഫ് ചെയ്യുമ്പോഴും ആ മരത്തിലിരിക്കുന്ന ആൾക്ക് തോന്നിയത് ബിയർ വന്നിട്ട് എന്തോ പറയുന്നത് പോലെയാണ് തോന്നിയത്. ആരോട്? ഈ പെയിന്ററോട് എന്തോ പറയുന്നത് പോലെ. അതുകൂടി ഇത് പറയണം. ഇത് പറഞ്ഞേ. The painter was afraid and he could not even breathe. He laid down as if laid and closed his eyes. He could not breathe also. Then the farmer saw the bear coming towards the painter and doing something near or just as if saying something into his ear like that. Okay. Very good. അപ്പോ ഫാർമർ ചിന്തിച്ചത് ഈ ബിയർ വന്നിട്ട് ഇയാളെ മണത്ത് നോക്കുക മാത്രമല്ല ചെയ്യുന്നത്, എന്തോ ചെവിയിൽ പറയുന്നത് പോലെയും കൂടി ഫാർമർക്ക് തോന്നി. ഓക്കെ, അത്രയും വരെ. ഓക്കെ. ഇനി നോക്കിയേ, അടുത്ത തിങ്ക് ഡെഡ്. മരിച്ചതായിട്ട് കാണുന്നു. ഗോ എവേ, ഓടിപ്പോകുന്നു. അവിടെ നമുക്കെന്ത് പറയാം? മുബീന പറയൂ. The painter തിങ്ക് ഡെഡ്, അതായത് തിങ്ക് ഡെഡ് എന്ന് പറഞ്ഞാല് മരിച്ചതായിട്ട് ചിന്തിക്കുന്നു. അപ്പൊ ആരായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നത്? ഈ ബിയറെ. that the painter is dead. Okay. The painter trembles like a leaf. Okay. ഗോ എവേ എന്നുള്ളത് കൂടി വരാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞേ. ഓടിപ്പോയി എന്നുള്ള രീതിയിൽ വരാവുന്നത്. Then the bear go away.
Then the farmer thought that the bear whispered something to the painter's ear. Okay, whisper is a very good word. Mandrikya എന്നുള്ള correct word ആണ്. Okay, very good. Then farmer comes down. ഓക്കെ നിക്ക്. അവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് ബിൽഡപ്പ് ചെയ്യും. അതായത് അപ്പോ ഈ ബിയർ വന്നു, ഇദ്ദേഹത്തെ മണത്തു നോക്കി കഴിഞ്ഞപ്പോ മരിച്ചായിട്ട് കിടക്കുന്ന ബിയർ ഓടിപ്പോയി. ഇപ്പൊ രംഗത്ത് ആരൊക്കെയുണ്ട്? മരിച്ചു കിടക്കുന്ന ആ പെയിന്റർ, മരിച്ചതുപോലെ കിടക്കുന്ന പെയിന്റർ ഉണ്ട്, മരത്തിന്റെ മുകളില് ഫാർമർ ഇരിപ്പുണ്ട്. പെയിന്റർ താഴേക്ക് ഇറങ്ങിയാൽ പെട്ടെന്ന് ഇറക്കല്ലേ, നിങ്ങൾ ഒരു 2 സെന്റൻസ് കൊടുക്കുക. എന്ത് കൊടുക്കാൻ പറ്റും അവിടെ? 2 സെന്റൻസ് നിങ്ങളുടെ ഭാവനയിൽ തന്നെ കൊടുത്തേ. പെയിന്റർ പെട്ടെന്ന് ഇറക്കല്ലേ, പെയിന്റർ ഒന്ന് ചുറ്റും നോക്കി, പറയാം കരടി പോയി എന്ന് ഉറപ്പാക്കി, അതിനുശേഷം പെയിന്റർ താഴേക്ക് ഇറങ്ങി. അങ്ങനെ The farmer and the painter relief. Okay, The farmer looked around. Alpha Jacob, പറഞ്ഞോളൂ. The farmer looked around. Okay, very good. Farmer looked around. ചുറ്റും ഒന്ന് നോക്കി. He makes sure that the bear is gone. Yes, he made it sure. Okay, അത് ഉറപ്പാക്കി. Okay, very good. പറഞ്ഞോ. Then he want to. അവൻ അവകാശം താഴേക്ക് വന്നു, അല്ലെങ്കിൽ ഇറങ്ങി വന്നു. He want to know what the bear has said to the painter, so he suddenly came down. Okay. He came down. താഴേക്ക് ഇറങ്ങി വന്നു. ഓക്കെ, ഇനി താഴേക്ക് ഇറങ്ങി വരുമ്പോഴും നിങ്ങൾ ചിന്തിക്കുക, ഈ മരിച്ചതുപോലെ കിടക്കുന്ന പെയിന്റർ ഇപ്പോഴും കണ്ണടച്ച് കിടക്കുകയാണ്. അയാള് കരടി പോയത് കണ്ടിട്ടില്ല. അപ്പൊ അയാൾ ഇപ്പോഴും എപ്പോഴും വേണമെങ്കിൽ എന്ത് സംഭവിക്കാവുന്ന മട്ടിൽ ഇങ്ങനെ കിടക്കുകയെന്ന് വിചാരിക്കും. ഇനി അടുത്ത വരി നോക്കി. ദ ഫാർമർ കംസ് ഡൗൺ, അറിവ് കഴിഞ്ഞു. ആൻഡ് ആസ്ക് വാട്ട് ദ ബിയർ സേയിങ്, എന്താണ് കരടി പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. ആ ചോദിക്കുന്നതിന് മുമ്പ് ഈ ഫാർമർ ഇയാളെ തട്ടി ഉണർത്തട്ടെ. അപ്പൊ ആ ടച്ചിങ്സ് വരുന്ന അയാൾക്ക് ഉണ്ടാവുന്ന ഫീലിംഗ് അതൊക്കെ അങ്ങനെയൊക്കെ ഒന്നാണ് ബിൽഡപ്പ് ചെയ്തേ. ആ വശം ഒന്ന് 2 സെന്റൻസ് അങ്ങോട്ട് കയറ്റി. യെസ്, ആർക്കാണ് നല്ല ഭാവന ഉള്ളത് നോക്കട്ടെ. The farmer. ആരാണ്? അനഘയാണ്? മുബീലാണ്? ആരാ പറയണേ? യെസ്, അനഘ അന്ന് തുടങ്ങി പോയി. ഞാൻ തന്നെ പറയാം. The farmer came near the painter who was lying down and asked him to get up. He called him and asked him to get up. Then he asked us, so the deer said something in your ears. What is that? What was that? Okay. അത് അനഘയുടെ സ്റ്റൈലിൽ അനഘ പറഞ്ഞു. ഇനി മുബീനയുടെ സ്റ്റൈലിൽ പറഞ്ഞു. വേറെ പറഞ്ഞു. അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങുന്ന മുതല് ആ ഫാർമർ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ പെയിന്റ് അടുത്ത് വരുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുബീന എന്താ വിചാരിച്ചത് പറഞ്ഞു. The farmer slowly comes near to the painter and beaten the painter. Okay. Suddenly he painter പെട്ടെന്ന് നെറ്റി ഉണർന്നു. Then he opened his eyes. അപ്പൊ അവൻ കാണുന്നത് ബിയറിനെ അല്ല, ഫാർമറെയാണ്. ഓക്കെ, farmer. അത് പറഞ്ഞോ ഇംഗ്ലീഷിൽ പറ. He saw the farmer. Opened his eyes. ഓടി പറ. He opened his eyes and saw the farmer. Very good. Okay. Correct ആണ്. Farmer told that the bear gone. The painter smile and breathe. അത് നമുക്ക് പറയാം. ഇത് അവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ബിൽഡപ്പ് ചെയ്യാം. അത് നമുക്ക് പറയാം, പെയിന്റർ ഒന്ന് റിലാക്സ് ചെയ്തു.
Relax. Breathe. വേണമെങ്കിൽ അവൻ ദൈവത്തോട് നന്ദി പറഞ്ഞു രക്ഷപ്പെട്ടതിന്. To God. കൈ നിട്ടോ കേറി Let പോട്ടെ. me connect to God. യെസ്. അത് കഴിഞ്ഞതിന് ശേഷം ആ ഫാർമർ ചോദിക്കുന്നു, വാട്ട് ഡിഡ് ദ ബിയർ സേ? എന്താണ് നിന്റെ ചെവിയിൽ വന്ന് ബിയർ പറഞ്ഞത്? യഥാർത്ഥത്തിൽ ബിയർ വന്ന് മണത്ത് നോക്കുകയായിരുന്നു, പക്ഷെ അത് എന്തോ പറയുന്ന പോലെ തോന്നി. ഓക്കെ, ഇനി അതിന്റെ മറുപടി ആര് പറയണം? ഈ പെയിന്റർ പറയണം. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നെവർ മേക്ക് ഫ്രണ്ട്സ് വിത്ത് വൺ. ഒരിക്കലും കൂട്ടുകൂടരുത് എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയുള്ളവരുമായിട്ടെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അത് അങ്ങ് ഞങ്ങൾ റെഡിയാക്കണം. ഓക്കെ, ഇനി ആരാണ്? രേഷ്മ പറയാൻ പറ്റുമോ? എന്നാ എന്നെ തന്നെ പറഞ്ഞോളൂ. The farmer asked the painter what did the bear say. Then the painter thought for a while and said, the bear told me, never believe the one who run away in danger. ഓക്കെ ഓക്കെ ഓക്കെ, അത് കറക്റ്റ് പറഞ്ഞ് ശരിയാണ്, സമ്മതിച്ചു. നമുക്കൊന്ന് ബിൽഡപ്പ് ചെയ്യണം. ഈ അവിടെ വരെ ചിന്തിക്കുക. അതായത് ഫാർമർ ഇറങ്ങി വന്നു, പെയിന്ററോട് ചോദിക്കുന്നു എന്താണ് പറഞ്ഞതെന്ന്. അപ്പോ ആ കെടുക്കുന്നത് അനഘയെന്ന് വിചാരിക്കും പെയിന്റർ. നിങ്ങൾ പെട്ടെന്ന് മറുപടി പറയൂ. നിങ്ങളുടെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിങ്ങൾ ഉപേക്ഷിച്ചു പോയ ഒരാളല്ല അവിടെ നിൽക്കണേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാദ്യം എന്ത് തോന്നും? ആ ഒരു വികാരം, അത് ഒരു സെന്റൻസിൽ പറയാം. അതിനെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കാര്യം അങ്ങനെ അങ്ങോട്ട് പറയട്ടെ. Serious matter about a good friend. യെസ്, പറഞ്ഞോളൂ. It's a serious matter about a good friend. ഓക്കെ 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 ഓക്കെ. അനഘ, അത് നേരത്തെ പറഞ്ഞുകൊണ്ട് ഫിനിഷ് ചെയ്തോ? നിങ്ങളാണ് ആ ഫാർമർ എന്ന് വിചാരിക്കുക. നിങ്ങളെ ഉപേക്ഷിച്ച് അയാൾ മരത്തിന്റെ മുകളിലേക്ക് കയറിപ്പോയി, എല്ലാം കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്നിട്ട് എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വികാരം എന്താണെന്ന് സ്വയം ചിന്തിക്കുക. ചിലപ്പോൾ അയാളോട് സംസാരിക്കില്ല, ദേഷ്യം മനസ്സിലുണ്ടാവും, അതൊക്കെ അങ്ങനെ പറയട്ടെ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചു, ഹി ഗോട്ട് ആംഗ്രി. ഓക്കെ ഓക്കെ, അവന് ദേഷ്യം വന്നു. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് പറയാം he did not express it. പക്ഷെ അവനത് പ്രകടിപ്പിച്ചില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരു 2-3 സെന്റൻസ് അങ്ങനെ കയറി വരട്ടെ. നിങ്ങൾ അത് ആ ലെവലിൽ ചിന്തിക്കും. The painter said that it's a secret with me and the bear. Okay, okay, okay. Yes, what was the secret? Mubina, there is a secret between painter and bear. Okay, സമ്മതിച്ചു. ഇനി അതൊന്ന് റിവീൽ ചെയ്യണം, വെളിപ്പെടുത്തണം. The farmer again asked the painter. Very good, very good. അതേ മതി. The farmer again asked. Very good. Please tell me. Then he replied. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അത് നല്ലൊരു കണ്ടുപിടുത്തമാണ്. വീണ്ടും ചോദിച്ചു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ആദ്യം ചോദിച്ചപ്പോ നേരത്തെ അനഘ പറഞ്ഞ പോലെ ദേഷ്യപ്പെട്ട് നിന്നു, പുള്ളി സംസാരിച്ചില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഫാർമർ റിപ്പീറ്റഡ് ഹിസ് ക്വസ്റ്റ്യൻ, ദെൻ ദ പെയിന്റർ റിപ്ലൈഡ് എന്ന് പറഞ്ഞ് നമുക്ക് ആരംഭിക്കാണ്ട്. അപ്പൊ ഇതൊരു 1/2 പേജിന്റെ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലായിടത്തും 2 സെന്റൻസ് കയറി വന്നപ്പോ ഓക്കെ 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 ഓക്കെ. അപ്പൊ അങ്ങനെ പറഞ്ഞു. ഇനി അത് നെവർ ടു മേക്ക് ഫ്രണ്ട്സ് ദോസ് ഹു ബിട്രേസ് ഇൻ ഡേഞ്ചർ. പിന്നെ റൺ അവേ നിന്ന് ഓടിപ്പോവുക. വെൻ ഫ്രണ്ട് ഇൻ ഡേഞ്ചർ, ഒരു കൂട്ടുകാരൻ അപകടത്തിലാവുമ്പോൾ ഓടിപ്പോവുക. ഓക്കെ ഓക്കെ, അതുകൂടെ കണക്ട് ചെയ്ത് പറഞ്ഞ്. യെസ്, റൺ അവേ, ഓടിപ്പോവുക. ആ വേർഡ് അതിൻ്റെ അകത്തുണ്ട്. വെൻ ഫ്രണ്ട് ഇൻ ഡേഞ്ചർ, ഒരു സുഹൃത്ത് അപകടത്തിലാകുമ്പോൾ ഓടിപ്പോകുന്ന കൂട്ടുകാര് നല്ല കൂട്ടുകാരല്ല, അവരുമായിട്ട് കൂട്ടുകൂടരുത് എന്നൊക്കെയാണ്
ആ ബിയർ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പറയുക. Never believe ആ the bear told, never believe ഓക്കെ a friend or never believe a person who run away when his friend is in danger. ഓക്കെ 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 ഓക്കെ. ഇനി അതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ചേർക്കാൻ പറ്റുമോ? യെസ്, ഓക്കെ. കുഴപ്പമില്ല, നിങ്ങളെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ കഥ നമുക്ക് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-3 സെന്റൻസുകളൊക്കെ ഇതിന്റെ ഇടയിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് പറയാം. ഞാൻ വേറൊരു കാര്യം പറയുകയാണ്. ഈ കഥ നിങ്ങൾ ഈ മോണ്ടിസ്റ്റോറി പഠിച്ച് ഒരു അധ്യാപികയായിട്ട് കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെ പഠിപ്പിക്കരുത്. കാരണം നമുക്കിവിടെ സമയത്തിന്റെ ഒരു കുറവ്, അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഓൺലൈനിലുള്ള പഠനം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഈ രീതിയിൽ വന്നത്. നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എങ്ങനെ പഠിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ബോർഡിൽ ഈ കഥ അവിടെ എഴുതിയിട്ടു, ഇംഗ്ലീഷിൽ എഴുതിയിട്ടു. ഒരു 10 സെന്റൻസ് എഴുതി, ഒരു സെന്റൻസ് കഴിഞ്ഞു ഫുൾ സ്റ്റോപ്പ് ഇട്ടു, അടുത്ത സെന്റൻസ് എഴുതി ഫുൾ സ്റ്റോപ്പ് ഇട്ടു, അങ്ങനെ എഴുതിയിട്ടു. കുട്ടികളോട് അത് വായിക്കാൻ പറഞ്ഞു. കുട്ടികൾ ആ കഥ ഉറക്കെ വായിച്ചു കഴിഞ്ഞ് 2-4-5 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാ സെന്റൻസുകളിലെയും ഫസ്റ്റ് വാക്ക് മായ്ച്ചു കളയുക. എല്ലാ സെന്റൻസുകളും, ഒന്നാമത്തെ സെന്റൻസിലെ ഫസ്റ്റ് വാക്ക്, രണ്ടാമത്തെ സെന്റൻസിലെ ഫസ്റ്റ്, എല്ലാ സെന്റൻസുകളെയും ഫസ്റ്റ് വാക്ക് മായ്ച്ചു കളയുന്നു. എന്നിട്ട് പറയുക കുട്ടികളോട് വായിക്കാൻ. അപ്പൊ അവർ നേരത്തെ വായിച്ചതാണല്ലോ, ഒരു വാക്ക് മായ്ച്ചു കളഞ്ഞിട്ട് അവരോട് വായിക്കാൻ പറയുന്നു. അപ്പൊ അവർ വായിക്കും. കാരണം ഒരു വാക്കല്ലേ പോയിട്ടുള്ളൂ, അവർ ഓർമ്മയിൽ നിന്ന് എടുത്ത് അവരോട് വായിക്കും. അങ്ങനെ പല പ്രാവശ്യം അവരെ കൊണ്ട് വായിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാത്തിലെയും രണ്ടാമത്തെ വാക്കും കൂടി അവിടെ മായ്ച്ചു കളയുക. എല്ലാ സെന്റൻസിന്റെയും രണ്ടാമത്തെ വേർഡും കൂടി മായ്ച്ചു കളയുക. എന്നിട്ട് കുട്ടികളെ കൊണ്ട് വീണ്ടും വായിപ്പിക്കുക. അപ്പോഴും അവർ ഓർമ്മയിൽ നിന്ന് എടുത്തിട്ട് കൃത്യമായിട്ട് പറയും. ഇനി ഏതെങ്കിലും കുട്ടിക്ക് അങ്ങനെ പറ്റിയില്ലെങ്കിൽ നമ്മളും കൂടി സപ്പോർട്ട് ചെയ്യുക, പറഞ്ഞു കൊടുക്കുകയല്ല, സപ്പോർട്ട് ചെയ്യുക, ആ വാക്കിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ കഴിയാം. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ സെന്റൻസുകളിലെയും മൂന്നാമത്തെ വേർഡും മായ്ച്ചു കളയുക. അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക. അപ്പോഴും കുട്ടികൾ പറയും. അപ്പൊ ലാസ്റ്റ് ആകുമ്പോൾ ഈ ബോർഡ് കംപ്ലീറ്റ് വായിച്ചു എല്ലാവരും, പിന്നെ അക്ഷരങ്ങളില്ല. എന്നിട്ട് കുട്ടികളോട് കഥ പറയാൻ പറഞ്ഞാൽ അവർ ഭംഗിയായിട്ട് കഥ പറയും. ഇങ്ങനെയായിരിക്കണം നിങ്ങൾ നേഴ്സറി സ്കൂളിൽ അധ്യാപികയാകുമ്പോൾ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കേണ്ടത്. ആ രീതി നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവണം എന്ന് പറയണം. ഇവിടെ ഇപ്പൊ നമ്മുടെ സമയപരിമിതി മൂലമൊക്കെ അതിനോടൊപ്പം തന്നെയുള്ള ഈ ഓൺലൈൻ ക്ലാസ്സും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ആ ലെവലിലോട്ട് നമുക്ക് വരാനായിട്ട് പറ്റേണ്ടത്. അപ്പൊ ഇതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അത് തന്നെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ, മക്കളെ പഠിപ്പിക്കുമ്പോഴും ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുക. ആ ഒരു വാക്കൊന്ന് മാറ്റിയിട്ട് ബാക്കി പറഞ്ഞു നോക്കുക, പിന്നെ 2 വാക്ക് മാറ്റിയിട്ട് അത് പറഞ്ഞു നോക്കിപ്പിക്കുക. അതിന്റെ കൂടെ അവനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്ത് ഇരിക്കാനായിട്ടുള്ളൊരു മനസ്സും കൂടി നിങ്ങൾ കാണിച്ചാൽ അങ്ങനെ വരും. നമ്മൾ കുട്ടികളെ ഇങ്ങനെ കൈ പിടിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്, അതായത് പഠിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പഠിക്കലുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങൾ ശ്രദ്ധപ്പെടുത്തുകയാണ്. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് കുറച്ച് ചോദ്യങ്ങൾ കൂടി കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങൾ അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, ഹു വെന്റ് ഫോർ എ വാക്ക്? ആരൊക്കെയാണ് ഇവിടെ നടക്കാൻ പോയത്? ആൽഫ ജേക്കബ് പറയൂ, ആരൊക്കെയാണ് ഇവിടെ നടക്കാൻ പോയത്? A farmer and a painter. വെരി ഗുഡ്. The farmer and the painter went for a walk. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, ഫാർമറും പെയിന്ററും കൂടിയാണ് നടക്കാൻ പോയത്. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യം ചോദിക്കാം. Where did they go for walk? Where did they go for walk? Bhavana Ganesh, where did they go for the walk? In the forest. They went to the forest. Okay. They went to the forest. ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കാം. What did they hear? സബിക, what did they hear? എന്താണ് അവരവിടെ കേട്ടത്? They hear a bear coming sound. Okay, they hear the sound of the bear coming. Okay, alright. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. What did they do?
What did they do? Mubina? They trembles with fear, Okay. and the farmer climbs the tree, and the painter falls flat as dead. Okay, very good, very good. Correct ആണ്, correct ആണ്. ഇനി അടുത്ത ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. Where did the farmer hide himself? Where did, എവിടെയാണ് ഫാർമർ ഒളിച്ചിരുന്നത്? ദീപ്തി പറയാമോ? Yes, tree. Tree. ഓക്കെ 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 ഓക്കെ. ഓൺ ദ ട്രീ. ഓക്കെ 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 ഓക്കെ, ശരിയാണ്. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പോ ഈ ചോദ്യങ്ങൾ കൂടി കുട്ടികളോട് ചോദിച്ചു കഴിയുമ്പോൾ കുട്ടികൾക്ക് അതിനോട് കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റും. അപ്പൊ ഇത് ഒരു പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ, നമ്മുടെ പരീക്ഷയ്ക്ക് വരുമ്പോഴും ഒരു പാരഗ്രാഫ് ഉണ്ടാവുന്നു. ആ പാരഗ്രാഫിന്റെ ഇടയിൽ ചോദ്യങ്ങൾ ഉണ്ടാവുന്നു. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി കണ്ടെത്തുന്നു. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പഴഞ്ചൊല്ല് പറഞ്ഞ് ഇംഗ്ലീഷിൽ. Friend in need is a friend indeed. വെരി ഗുഡ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകാവുന്ന കറക്റ്റ് പഴഞ്ചൊല്ലാണ് അനക പറഞ്ഞത്. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം, ആവശ്യത്തിൽ ഉപകരിക്കുന്ന സുഹൃത്താണ് ഇൻഡീഡ് വാസ്തവത്തിൽ സുഹൃത്തായിട്ടുള്ളത്, സത്യത്തിൽ സുഹൃത്തായിട്ടുള്ളത്. കറക്റ്റ് ആണ്. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് അനക. യെസ്, അടുത്തത്. All the glitters is not gold. All that glitters is not gold. Okay, very good, very good. മിന്നുന്നതൊന്നും പൊന്നല്ല. All that പൊന്നല്ല. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ, ശരിയാണ്, നല്ലതാണ്. ഇനി ഓരോരുത്തരും ഓരോന്ന് പറയൂ. Give elephant but not hope. ഒന്നുകൂടി പറഞ്ഞേ. Give elephant but not hope. ഓക്കെ 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 ഓക്കെ. യെസ്, നെക്സ്റ്റ്. Old is gold. Old is gold. Very good. Old is gold. Okay. Bubina. Rome is not built in a day. Oh, very good. Rome is not built in a day. Very good, very good, very good. കോൺസ്റ്റന്റ് ആയിട്ടുള്ള പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കഴിയുള്ളൂ. നൗഷു പറഞ്ഞോളൂ. Out of sight, out of mind. ഓക്കെ 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 ഓക്കെ. അടുത്തത്. Barking dog seldom bite. സെൽഡം ബൈറ്റ്. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്. ഓക്കെ, കുരയ്ക്കുന്ന പട്ടി കടിക്കാറില്ല. ഓക്കെ ഓക്കെ. അപ്പൊ അതിനൊരു വാക്ക് മനസ്സിലാക്കണേ. സെൽഡം എന്ന് പറയുന്ന വേർഡ് നെഗറ്റീവ് ആണ്. നോട്ട് എന്നാണ്. സെൽഡം നെഗറ്റീവ് വേർഡാണ്. നോട്ട് എന്നില്ലെങ്കിൽ സെൽഡം കണ്ട സെന്റൻസ് നെഗറ്റീവ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്. ഓക്കെ, അടുത്തത്. Where there is a will, there is a way. ഓക്കെ, എവിടെയാണ് മനസ്സുള്ളത് അവിടെ ഒരു വഴിയുണ്ട്. നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, ഇല്ലെങ്കിൽ കൊമ്പത്തും ഉണ്ടാവില്ല അല്ലെ. വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. ഓക്കെ, വെരി ഗുഡ്. വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. ഓക്കെ, മനസ്സുണ്ടെങ്കിൽ വഴിയുണ്ട്, മനസ്സില്ലേ വഴിയുണ്ടാവില്ല. ഓക്കെ, യെസ്. അടുത്തത്. Silent cat breaks pot. ഓക്കെ 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 ഓക്കെ. ഭാവന ഗണേഷ്. Hope for the ഭാവന. best. ഓക്കെ, Hope ഒന്നുകൂടി for പറഞ്ഞേ. the best. ഓക്കെ 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 ഓക്കെ. ഭാവന ഗണേഷ് നല്ല എന്താ പറയാ, നല്ല സ്റ്റൈലായിട്ടുള്ളതാണ് പറയണത് കേട്ടോ. ഓക്കെ 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 ഓക്കെ, യെസ്. ഓക്കെ, ഇനി Character is lost, everything is lost. when the character is lost, everything is lost. അതിന്റെ മുമ്പിൽ കുറച്ചുണ്ട്. When wealth is lost, nothing is lost. When health is lost, something is lost. When character is lost, everything is lost. കേട്ടോ. When the wealth, സമ്പത്ത് നഷ്ടപ്പെട്ടാല് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ആരോഗ്യം നഷ്ടപ്പെട്ടാല് കുറച്ചെന്തോ നഷ്ടപ്പെട്ടു. സ്വഭാവം നഷ്ടപ്പെട്ടാല് എല്ലാം നഷ്ടപ്പെട്ടു. When the wealth is lost, nothing is lost. When the health is lost, something is lost.
When character is lost, everything is lost. Very good. Okay. Experience is the Better best today teacher. than tomorrow. Arafa, ഒന്നുകൂടി പറഞ്ഞേ. Experience is the best teacher. Experience is the best teacher. Okay, very good, very good. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു. Okay, okay, okay. Experience is the best teacher. Okay. ദീപ്തി എന്താ പറയാൻ പോയല്ലോ? Better today than tomorrow. Better today than tomorrow. Today is the reality. ഇന്ന് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ്. ടുമാറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സങ്കല്പമാണ്. കാരണം നാളെ നമ്മൾ ഉണ്ടാവുന്നത് എന്താ ഉറപ്പ്? അപ്പൊ നാളേക്ക് വേണ്ടി നിൽക്കണ്ട. യെസ്റ്റർഡേ ഈസ് പാസ്റ്റ്. ഇന്നലെ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു പോയി. യെസ്റ്റർഡേ ഈസ് പാസ്റ്റ്, അത് ഹാസ് ഗോൺ. ടുമാറോ അതൊരു സങ്കല്പമാണ്, നമ്മൾ ഉണ്ടാവുമെന്ന് അറിയില്ല. ടുഡേ ഈസ് ദ റിയാലിറ്റി. ഇന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ ബെറ്റർ ടുഡേ ദാൻ ടുമാറോ. ഇറ്റ്സ് എ വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. ശരണ്യ പറഞ്ഞേ, ഒന്നുകൂടി പറഞ്ഞേ. രണ്ടുപേരും വന്നപ്പോൾ ക്ലിയർ ആയില്ല. Silent cat break pot. ഓക്കെ 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 ഓക്കെ. ഇനി നേരത്തെ പറഞ്ഞത് ചിഞ്ചു പറഞ്ഞോളൂ. Practice makes perfect. ഓക്കെ, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊരു സംഗതിയും ദാറ്റ് വിൽ മേക്ക് പെർഫെക്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. A bird in the hand is worth two in the bush. ഓക്കെ ഓക്കെ. അല്ല, കയ്യിലിരിക്കുന്നതാണ് ഉത്തരത്തിലിരിക്കുന്നതിനേക്കാളും നല്ലത്. ഓക്കെ 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 ഓക്കെ. മുബീന, വെരി ഗുഡ്. With great responsibility. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ചാൻസ് തരാം. മിസിയ പറഞ്ഞ ആദ്യം. An apple a day keeps doctor away. An apple a day keeps the doctor away. വെരി ഗുഡ്. ഒരു ദിവസം ഒരു ആപ്പിൾ കഴിച്ച പിന്നെ രോഗമില്ലാണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നസീമ പറഞ്ഞോളൂ. With great power comes great responsibility. Great power comes with great responsibility. Okay, okay, okay. Very good, very good. Yes. Yes. Union is strength. Union is strength. Okay, okay. Jinju. Union is ഐക്യമത്യം മഹാബലം. Okay, very good. Yes. അപ്പൊ ഞാൻ ഇതെല്ലാം പറഞ്ഞത് ചോദിച്ചത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അധ്യാപികമാര്, ഞാൻ നിങ്ങളെ വിദ്യാർത്ഥികളായിട്ടല്ല കണ്ടത്, സഹാധ്യാപികമാരാണ്. അപ്പോ പല ആളുകളും പല പ്രോവർബുകൾ പറയും. ഇത്രയും പ്രോവർബുകൾ നിങ്ങൾ കൂടി കേട്ടു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കൊരു ഓറലായിട്ട് നമ്മുടെ മനസ്സിലോട്ട് വന്നു. അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് സൂചിപ്പിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ റൈറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു, അതിനോടൊപ്പം തന്നെ ഈ പ്രോവർബിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഇതിൻ്റെ അകത്ത് പറയുന്നത് രണ്ട് രീതിയിലുള്ള ലെറ്ററുകളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. നമുക്കറിയാവുന്നതാണ്, കത്തുകളെ നമ്മൾ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ സുഹൃത്തുക്കൾക്ക് എഴുതുന്ന കത്തുകൾ, പിന്നെ ഔദ്യോഗികമായിട്ട് നമ്മൾ എഴുതുന്ന കത്തുകൾ. അപ്പൊ ഒന്നിനെ നമുക്ക് പറയാം ഫ്രണ്ട്ലി ലെറ്റർ എന്ന് പറയാം, സുഹൃത്തുക്കൾക്ക് എഴുതുന്ന കത്തുകൾ. പിന്നെ മറ്റതിനെ നമ്മൾക്ക് എന്ത് പറയാം, ഒഫീഷ്യൽ ലെറ്റർ എന്ന് പറയാം. ഒഫീഷ്യൽ. ഓക്കെ, അപ്പൊ ഒന്ന് ഫ്രണ്ട്ലി ആണ്, ഒന്ന് ഒഫീഷ്യലാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എടുക്കാം, നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള കത്തുകൾ നമ്മൾ എഴുതുമ്പോൾ എന്താണ് നമ്മൾ എഴുതുന്ന രീതി എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കാം. ഫ്രണ്ട്ലി ലെറ്റർ. അപ്പൊ നമ്മൾ കത്ത് എഴുതാൻ വേണ്ടിയിട്ട് പേപ്പർ എടുക്കുന്നു. പേപ്പറിന്റെ വലതുവശത്ത് മുകളിലായിട്ട് നമ്മൾ നമ്മുടെ പേരെഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സ്ഥലം എഴുതുന്നു, അതിൻ്റെ അടിയിൽ ഡേറ്റ് എഴുതുന്നു. അപ്പൊ അത്രയും നമ്മൾ എഴുതി കഴിഞ്ഞു വലതുവശത്ത്. വീണ്ടും നമ്മൾ ഇടതുവശത്തേക്ക് വരുന്നു. ഇടതുവശത്തേക്ക് വന്നിട്ട് ഡിയർ, പ്രിയപ്പെട്ട, നമ്മുടെ ആർക്കാണോ നമ്മൾ കത്തെഴുതുന്നത് അവരെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. പ്രിയപ്പെട്ട XYZ, പ്രിയപ്പെട്ട PQRS, നമുക്ക് ഇഷ്ടമുള്ള ഇത് വിളിക്കുന്നു. യെസ്. അപ്പൊ നമുക്ക് ഇതേപോലെ കത്തുകൾ എഴുതി തോന്നുന്നു. ഇപ്പൊ നമ്മൾ പറയുന്നത് ഫ്രണ്ട്ലി ലെറ്ററിനെ കുറിച്ചാണ്. നസീമ, ഫ്രണ്ട്ലി ലെറ്റർ ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമ്മൾ ഫ്രണ്ടിൽ ഒരു കത്ത് എഴുതുമ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? Dear friends, Okay. I received your letter yesterday. Okay, very good. നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ നമ്മൾ കത്ത് എഴുതുമ്പോൾ, കാരണം നിങ്ങൾക്ക് ആർക്കും കത്ത് അധികം എഴുതേണ്ടി വന്നിട്ടുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മൊബൈൽ കാലഘട്ടത്തിലേക്കായിരിക്കും നിങ്ങൾ ജനിച്ചു വീണത്. ഞങ്ങൾ ജനിച്ചു വീണപ്പോൾ മൊബൈൽ ഉണ്ടായിരുന്നില്ല. അന്ന് കത്ത് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആർട്ടായിരുന്നു, മനസ്സിലായില്ലേ?
അപ്പൊ നമുക്ക് അന്ന് എഴുതുമ്പോ ആദ്യം എന്ത് എഴുതും? സുഖം എന്ന് കരുതുന്നു അല്ലേ? How are you? I Yes. hope you. അതൊന്ന് പറഞ്ഞേ നസീമ. സുഖം. How സുഖം. are you? How are you? How are you? Okay, how are you? നമുക്കത് ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാളുകളെ മുഖാമുഖം കാണുമ്പോൾ ചോദിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. I am fine here. I am fine here. Okay, And, okay. how is your family? Okay, very good. Yeah. How is going to your family? എന്താ പറയാ, when I will come. വേണ്ട, ഞാൻ ഒരു സിറ്റുവേഷൻ പറയാം. അതായത് അത് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ വളരെ ഇല്ലാണ്ട് ചാടിക്കൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ പറയാം, നിങ്ങളുടെ മകന് SSLC പരീക്ഷയിൽ ഫുൾ A+ കിട്ടി. ഫുൾ A+ കിട്ടിയപ്പോൾ ആ സന്തോഷം നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കത്തിലൂടെ എഴുതി അറിയിക്കുന്നു. ഇതാണ് സംഭവം. യെസ്, ഓക്കെ. ഫ്രണ്ടിന്റെ മോൻക്ക് കിട്ടിയതാ? അതാ നമ്മുടെ എന്തോ എന്താണ് ഫ്രണ്ടിന്റെ നമ്മളെ മോൻക്ക് SSLC ഫസ്റ്റ് കിട്ടിയതിന്റെയാണോ? ഫ്രണ്ടിനെ അറിയിക്കാണോ? SSLCക്ക് മകനോ മകൾക്കോ ഫുൾ A+ കിട്ടി. നിങ്ങൾക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. അപ്പോ മൊബൈൽ ഇല്ലാത്തൊരു കാലഘട്ടം നിങ്ങൾ സങ്കല്പിക്കുക. ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഒരു കത്തെടുത്ത് വെച്ച് നിങ്ങളുടെ ഫ്രണ്ടിനെ എഴുതാണ്. നിങ്ങളുടെ മനസ്സിലെ സന്തോഷം, അതാണ് മാറ്റർ വരേണ്ടത്. അത് നമുക്ക് മാറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവരാം. അപ്പൊ ആദ്യം കത്തെടുത്ത് വെച്ചു, പ്രിയപ്പെട്ട മിനിക്കുട്ടി എഴുതി. എന്നിട്ട് മിനിക്കുട്ടിയിലേക്ക് നമ്മൾ പറയണം. ഓക്കെ, പറഞ്ഞു. അപ്പൊ നസീം ഒന്ന് ആലോചിച്ചോ. നിസിയ നേരത്തെ എന്തോ പറയാൻ വന്നല്ലോ, ഒന്ന് പറഞ്ഞേ. നേരത്തെ എന്തോ പറയാ? നസീമ ആലോചിച്ചോട്ടോ. ഓക്കെ, ടൈം തന്നിരിക്കുന്നു. നിസിയ പോയോ? നിസിയ പോയി തോന്നുന്നു. Dear friend, how are you? My son passed SSLC full A+. Okay. I am very happy to this situation. Okay. പിന്നെ my son has best result in SSLC exam. Okay. I hope then next exam and highly. പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ശരിയാണ്. Reached high level. Okay. In the good job and many opportunities in his life. Okay. So I welcome you and your family in my house. Okay. അത്രേ ഉള്ളൂ. എന്താ സബീകയുടെ മകനോ മകളോ ആണ് ഫുൾ A+ കിട്ടിയെങ്കിൽ എങ്ങനെ കത്തെഴുതും? My dear friend. Okay. I hope you are fine now. We are fine. Okay. And what was your health? Oh, very good. Okay. And I wrote this letter very happily. Very good. Because of my son passed SSLC in full A+. Okay. The happiness share with you. Okay. And, next week we will make a party for. Yes. Okay. For congratulate him. Okay. And you and your family. Yes. Will come and part of the function. Okay. I think all are fine. Okay. I miss you in this time for my happiness. Okay.
ഓക്കെ ബൈ. ഓക്കെ ഫൈൻ. സബിക നന്നായിട്ടുണ്ട്. വെരി ഗുഡ്. അനക വരൂ. അനകയുടെ Dear friends, പുത്രാണ് പ്ലസ്. പറഞ്ഞോളൂ. ചോദ്യം വേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ. dear friends, how are you? Ah. I hope you are doing well. What about your Okay. family? വെരി ഗുഡ്. വാട്ട് അബൌട്ട് യുവർ ഫാമിലി? വെരി ഗുഡ്. Now I am writing this letter to inform you ഓക്കെ. a good news that my son has passed the SLC exam with the full A+. ഓക്കെ. I am very happy to inform you this happy news to you, and ഓക്കെ. വെരി ഗുഡ്. I would like to invite you for a party. ഓക്കെ. Congratulate him. ഓക്കെ. ഇനി നേരത്തെ രണ്ടുപേരും പറയാത്ത എന്തെങ്കിലും പോയിന്റുകൾ ഉൾപ്പെടുത്തുന്നുണ്ട്. വെറൈറ്റി കൊണ്ടുവരും. വെറൈറ്റി. ഓക്കെ. So I wish you must come. You and your family must come and participate in the function and bless my son. ഓക്കെ. Convey Okay. my regards. Convey my regards to your family and children. ഓക്കെ. പറഞ്ഞോളൂ. Thank you. So you must come and participate in the function. It's going to be arranged in our house on that date after that. ഓക്കെ. യെസ്. ഓക്കെ. അനക കുഴപ്പമില്ല. വെരി ഗുഡ്. അത്രയും പറഞ്ഞല്ലോ. വെരി ഗുഡ്. ഇനി ചിഞ്ചു, യു വാണ്ട് ടു സേ? ചിഞ്ചുവിന്റെ മകനോ മകൾക്കോ ഫുൾ A+ കിട്ടിയാൽ എങ്ങനെ പറയും? റൈറ്റ് എ ലെറ്റർ. Dear friends, ഓക്കെ. hope you all are doing well in your family. വാക്ക് ചിഞ്ചു വേണ്ട. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഓക്കെ. വെരി ഗുഡ്. Okay, sir. I am very happy. I am very happy to write this letter. Okay. To write this letter to you. Yeah. Because my son Okay. won his 10th examination in full mark. Okay. Then we decided to arrange a party Okay. in our home. Okay. You and your family members come to the party. Okay. To attend the party. Okay. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? വെറൈറ്റി? ഇല്ല സാറേ. അല്ല, ഞാൻ പറഞ്ഞാൽ ഒരു വെറൈറ്റി. നമ്മള് ചില സിനിമകൾ കാണുമ്പോൾ പറയില്ലേ, അത് ഹരിഹരൻ നല്ല വെറൈറ്റി, MT വാസുദേവൻ തിരക്കഥ വ്യത്യാസം. ഒരു വെറൈറ്റി. ഇത് എന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്നുള്ള രീതിയിൽ ഒരു സംഗതി എന്തെങ്കിലും ഉണ്ടാവോ? അങ്ങനെയില്ല. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അവസരം തരാം. ഇതൊന്ന് റെഡി ആയിട്ട് വെച്ചോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. നിങ്ങളുടെ മകന് മകൾക്ക് SSLCക്ക് നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോ
എന്റെ മകൻ പാസ്സായി എന്ന് പറഞ്ഞു. നമുക്ക് പറയാം മൈ സൺ അജിത് കുമാർ. അല്ല, ആരും ഒരു പേര് പറഞ്ഞില്ല. പിന്നെ ലാസ്റ്റ് വന്നപ്പോ ഐ കൺക്ലൂഡ് ദ ലെറ്റർ എന്നുള്ള സംഗതി ഇങ്ങോട്ട് വന്നതില്ല. അപ്പോ അത് ഞാൻ ഇതായിട്ട് പറയല്ല, കാരണം പെട്ടെന്ന് ചിന്തിച്ചപ്പോ തന്നെ പറയുന്നതല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഓർത്ത് പെട്ടെന്ന് ചിന്തിക്കുമ്പോഴേ ഇംഗ്ലീഷിലും മംഗ്ലീഷിലും ഒന്നും അല്ലാണ്ട് രീതിയിലല്ല ആവുന്നത്. കാരണം നമ്മൾ സംസാരിക്കാത്തതല്ലേ ഇംഗ്ലീഷില്. അപ്പൊ പെട്ടെന്ന് സാറ് ചോദിക്കുമ്പോ വാക്കുകളൊക്കെ എവിടെ നിന്നൊക്കെയോ തപ്പിയെടുത്തിട്ട് വേണ്ട പറയാൻ. അതുകൊണ്ടാ. അതില് ഒരു കുഴപ്പമില്ല നസീമ, അങ്ങനെ തന്നെ ഞാൻ പറയുമ്പോ അത് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ അല്ലെ 3 പേരും പറയാൻ ശ്രമിച്ചല്ലോ സാറേ. അതാണിത്. തെറ്റിയാലും ഞങ്ങൾ പറഞ്ഞോണ്ടേയിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ കുറച്ച് പേർക്കൊക്കെ ഉള്ളിലുണ്ട്, പക്ഷെ അവര് ചിലപ്പോ പറയാനായിട്ട് ഒന്ന് വിളിച്ചാൽ പറയാം എന്നോ പെട്ടെന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം തെറ്റുകൾ സാറ് തിരുത്തി തരുമ്പോഴാണ് നമുക്ക് ആ വാക്ക് പിന്നീട് ഓർമ്മ വരും. അതങ്ങനെയാണ് പറയേണ്ടത്. മിണ്ടാതിരുന്ന് നമ്മളൊന്നും പറയില്ലല്ലോ. വാക്കുകൾ വീണ്ടും പുറത്തേക്കേ വരില്ല. അങ്ങനെ മിണ്ടാടി. അതുപോലെ തന്നെ ഇത് പറഞ്ഞെങ്കിലും മാത്രമേ നമ്മുടെ ആ പറയാനായിട്ടുള്ള ആ ഒരു വൈക്ലഭ്യം ഉണ്ടല്ലോ അത് മാറി കിട്ടുള്ളൂ. അപ്പൊ അത് ഈ നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ കൂടുമ്പോഴും നിങ്ങൾ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞു നോക്കുക. നമുക്കൊന്ന് ഇംഗ്ലീഷിൽ 10 മിനിറ്റ് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് തെറ്റിക്കോട്ടെ, വേറെ ആരും നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് 10 പേരല്ലേ ഉള്ളൂ, ഒന്ന് പറഞ്ഞു നോക്ക്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് വേറെ ലെവലാവും നിങ്ങൾ. എത്ര പ്രാവശ്യം വീണിട്ടാണ് നമ്മൾ നടക്കാൻ പഠിച്ചത്. അപ്പൊ അതിന്റെ പേര് അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ നമുക്ക് ഈ 16 ഈ ചാപ്റ്റർ ഏതാണ്ട് ഫിനിഷ് ആയിരിക്കുകയാണ്. ഈ റൈറ്റിംഗ് എന്നുള്ള ചാപ്റ്റർ. ലെറ്ററിൽ നമുക്ക് ഇനി ഒരു ഒഫീഷ്യൽ ലെറ്റർ ഉണ്ട്, അത് നമുക്ക് അടുത്ത പ്രാവശ്യം പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് we will meet the next time. Okay. Okay sir, thanks. Good night. Thank you, sir. Good night, sir. Okay, good night. Thank you, sir. Okay, welcome. എന്താണ് റിജോ വിശേഷങ്ങൾ? വിശേഷം ചൊവ്വാഴ്ച ദിവസം